ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പുണ്യം നുകർന്ന് ശബരീശനെ തൊഴുതു മടങ്ങുവാൻ ലക്ഷങ്ങളാണ് ദിനംപ്രതി മല കയറിയിരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ശബരിമലയിൽ നിന്നും സുധീഷ് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ക്ഷമിക്കണം, അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്നാഥ്, സ്വാഭാവികമായും ഒരു തിരക്കാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ മാറി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞു പോയതാണ്. നേരത്തെ സുധീഷായിരുന്നു, അതിനുശേഷം താങ്കൾ എത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നമുക്ക് അറിയാം, ഈ മണ്ഡലകാലം വരുന്നതോടുകൂടി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ അനുകൂലമാണോ? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? പകർന്ന അഗ്നി മേൽശാന്തി രാജേഷ്, ഇന്നും സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ ഇപ്പോൾ 20,000 മുകളിലേക്ക് ഭക്തർ, പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ 20,000 മുകളിലേക്ക് ഭക്തർ നിലവിൽ സന്നിധാനത്തെത്തി തൊഴുതു മുടങ്ങുന്ന സാഹചര്യമുണ്ട്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ പോലും ഇന്നലെ ന്യൂ ഇയർ ദിനമായിരുന്നു, പുതുവത്സര ദിനമായ ഇന്നലെ 75,000-ഓളം ഭക്തർ മാത്രമാണ് എത്തിയത്. ആ ഒരു ദിവസം ആയിരുന്നിട്ട് കൂടി, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ആഘോഷമായിരുന്നിട്ട് കൂടിയും ഒരു 75,000-ഓളം ഭക്തരാണ് എത്തിയത്. എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്കേറുവാനുള്ള സാധ്യതയും ദേവസ്വം ബോർഡ് തള്ളിക്കളയുന്നില്ല. മകരവിളക്ക് ആരംഭിച്ചത് മുതൽ വലിയ തിരക്കിലേക്ക് തന്നെയാണ് സന്നിധാനം മുന്നോട്ട് പോകുന്നത്. വലിയ ഒരു തിരക്ക് തന്നെ ഇപ്പോഴും ഉണ്ടാകുന്നു. തിരക്കിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരു ക്രമീകരണം അടക്കമുണ്ടാകുന്നത്. എന്തായാലും സന്നിധാനത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഏറുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. രാജേഷ്.